കഥകളും ചരിതങ്ങളും ആരോടും പറയാൻ പാടില്ല, ആർക്കും അറിയില്ല. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ചരിത്രത്തിൽ വിശ്വാസവും രഹസ്യവും ഒരുമിച്ച് ചേരുന്ന ചില സ്ഥലങ്ങളുണ്ട്. അതിൽ ഏറ്റവും ആഴമുള്ളതും ഇന്നും പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയാത്തതുമായ ഒരു സ്ഥലം മുണ്ടയാംപറമ്പ് ഭഗവതി ക്ഷേത്രം. ഇവിടെ ഒരു കാലത്ത് ഉച്ച കഴിഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ പേര് പോലും ആളുകൾ ഉച്ചരിക്കാൻ മടിച്ചിരുന്നുവെന്നാണ് വിശ്വാസം. പ്രകൃതിയുടെ നടുവിൽ പച്ചപ്പിൻ്റെ നിറഞ്ഞ സാന്നിധ്യത്തിൽ കാവുകളുടെ ശാന്തതയോടെ നിൽക്കുന്ന ഒരു സ്ഥലം. നഗരജീവിതത്തിൻ്റെ തിരക്കിൽ നിന്നു മാറി ഒരാൾ ഇവിടെ എത്തുമ്പോൾ ആദ്യം അനുഭവപ്പെടുന്നത് ഒരു നിശബ്ദതയാണ്. ആ നിശബ്ദത ഒരു സാധാരണ മൗനമല്ല, ഒരു സാന്നിധ്യം പോലെ അനുഭവപ്പെടുന്ന ശാന്തത. ഈ ക്ഷേത്രത്തിൻ്റെ കൃത്യമായ ആരംഭകാലം ഇന്നും വ്യക്തമായി പറയാനാവുന്നില്ല. ആചാര്യന്മാർക്ക് പോലും ഇത് എപ്പോഴാണ് ആരംഭിച്ചതെന്ന് ഉറപ്പായി പറയാൻ കഴിഞ്ഞിട്ടില്ല. അത്രത്തോളം പുരാതനമാണ് ഈ സ്ഥലം. രണ്ടുത്സവങ്ങള്, ധനുമാസം നാട്ടുകാരുടെയും മേടമാസം കോഴിക്കോട്, വടകര അങ്ങനെയുള്ളവരുടെ ഉത്സവങ്ങൾ നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഇവിടെ ഉത്സവത്തിന് പ്രാധാന്യം എന്ന് പറയുന്നത് മദ്യവും മാംസവുമാണ് ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രധാന നിവേദ്യം. ആദ്യത്തെ ഒരു ദിവസം മാത്രം ബ്രാഹ്മണ പൂജയിലും മറ്റു കാര്യങ്ങളിലെല്ലാം മധുവിലും മാംസത്തിലും അങ്ങനെ ചെയ്യുന്നൊരു ക്ഷേത്രം. അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് സംസ്കാരങ്ങളിൽ എവിടെ അംഗീകരിക്കപ്പെടാത്ത ഒരു രീതി നടക്കപ്പെടുന്ന ക്ഷേത്രം. കൗളത്തിന്റെ പൂർണ്ണത, പക്ഷെ ഗൂഢമെന്ന് പറയുന്നു. പക്ഷെ ഇത് ഗൂഢമല്ല, അല്ലാതെ ചെയ്യുന്ന കാര്യങ്ങള് അത് ചെയ്യുന്നത് പാശ്ചാത്യ സംസ്കാരങ്ങളിൽ കൂടി ഇന്ത്യൻ സംസ്കൃതിക്ക് ചെയ്യുന്നുണ്ടെങ്കിലും കേരളത്തിലാകെ ചെയ്യുന്ന പൊങ്കാല കഴിഞ്ഞാൽ പൊങ്കാല നാരികൾക്ക് കൊടുക്കുന്ന ഒരു സംവിധാനത്തോടെ ചെയ്ത മദ്യം കൊണ്ടും മാംസം കൊണ്ടും ചെയ്യുന്നൊരു ക്ഷേത്രം. മുണ്ടയാംപറമ്പല്ല, മിണ്ടാപറമ്പ. ഇതിന്റെ കഥകളും ചരിതങ്ങളും ആരോടും പറയാൻ പാടില്ല, ആർക്കും അറിയില്ല. തലമുറകൾ മാറിയെങ്കിലും ഈ ക്ഷേത്രത്തിന്റെ വിശ്വാസം അതേപടി തുടരുകയാണ്. 10 വീട്ട് പൊടിപതിമാരെന്ന് പറയും. അവർ അതിൽപ്പെട്ട ഒരാൾ ഞാൻ, നമ്മളെല്ലാവരും ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ പ്രതിഷ്ഠ ഭദ്രകാളിയാണല്ലേ? പ്രതിഷ്ഠ ശിവശക്തിയാണ്, ശിവശക്തിയും. വേറെ എന്തെങ്കിലും അമ്പലത്തിലെ പ്രതിഷ്ഠയെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാൻ പാടില്ല, അതാണ് അതിന്റെ പ്രത്യേകത അല്ലേ? ഐതിഹ്യം എങ്ങനെയാണ്? ഉണ്ടാപ്പറമ്പല്ലേ? ഞാൻ പറയില്ല, ഞാൻ പറയില്ല എന്നാണ് പറയാ. ഒച്ച അങ്ങനത്തെ ഇവിടെ ഇല്ല. ശംഖും ഇതേ ഉള്ളൂ, ചെണ്ടയില്ല. നമുക്ക് ഒച്ച ഇഷ്ടമല്ല. ഉച്ച കഴിഞ്ഞാൽ ഇവിടുത്തെ പണ്ട് കാലത്ത് ഉച്ച കഴിഞ്ഞാൽ ഇവിടുത്തെ പേര് പറയില്ല. ഉച്ചയാവളം ആലശീലം, ഉച്ചയറ്റ ഉച്ചഭ്രാന്തി എന്നാ പറയാ. ഉച്ചയാവളം ആലശീലം, പിന്നെ ഉച്ചയ്ക്ക് ശേഷം സ്വഭാവം മാറും, രൗദ്രഭാവം. അതാണ് അമ്മയുടെ പ്രത്യേകത. ധർമ്മ സംരക്ഷണത്തിനായി ദിവ്യശക്തിയായി അവതരിച്ച ഭദ്രകാളി, അസുരന്മാരെ വധിച്ച് ലോകത്തിന് ശാന്തിയും സംരക്ഷണവും നൽകുന്ന ആ രൂപം, ചണ്ടനും മുണ്ടനും ധാരികനും പോലുള്ള ശക്തികളോട് നേരിട്ടുള്ള സമരം, ആ ഐതിഹ്യങ്ങളുടെ ഓർമ്മ ഇന്നും ഈ സ്ഥലത്തിൻ്റെ കഥകളിൽ ജീവിക്കുന്നു. ഒരു കാലത്ത് ഉച്ച കഴിഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ പേര് പോലും ആളുകൾ ഉച്ചരിക്കാറില്ലായിരുന്നു. അത് ഭയമായിരുന്നു, അല്ലെങ്കിൽ ഭക്തിയുടെ ഒരു രൂപമായിരുന്നു. ഇന്നും അതിൻ്റെ കൃത്യമായ കാരണം ആരും വ്യക്തമായി പറയുന്നില്ല. പക്ഷേ ആ നിശബ്ദതയുടെ പാരമ്പര്യം ഇന്നും ഈ കഥയുടെ ഭാഗമാണ്. പലർക്കും ഈ സ്ഥലം ഒരു ക്ഷേത്രം മാത്രമല്ല, ജീവിതത്തിൽ അവസാന ആശ്രയമായി കാണുന്ന ഒരു സാന്നിധ്യം. മറ്റിടങ്ങളിൽ സാധിക്കാത്ത കാര്യങ്ങൾ പോലും ഇവിടെ പ്രാർത്ഥിച്ചാൽ സഫലമാകുമെന്ന് വിശ്വാസം. അസുരന്മാരെ വധിച്ച ശേഷം ഉഗ്രരൂപത്തിൽ നിന്നിരുന്ന ദേവി ആ സമയത്ത് ആരോ സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ ശബ്ദം പോലും അമ്മയ്ക്ക് സഹിക്കാനായില്ലെന്നാണ് വിശ്വാസം. അതിനുശേഷം ആ സ്ഥലത്ത്
നിശബ്ദത ഒരു ആചാരമായി മാറി. ഇന്നും ഉച്ച കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ ശബ്ദം കുറയും. പലർക്കും ഇതൊരു ക്ഷേത്രം മാത്രമല്ല, ജീവിതത്തിൽ അവസാന ആശ്രയമായി കാണുന്ന സ്ഥലം. മറ്റിടങ്ങളിൽ സാധിക്കാത്ത കാര്യങ്ങൾ പോലും ഇവിടെ സാധിക്കുമെന്നാണ് വിശ്വാസം. എന്നാൽ ഈ കഥയിൽ ഇനിയും പറയാത്ത പല കാര്യങ്ങളുമുണ്ട്. ദേവിയുടെ യാത്ര, തെയ്യക്കാഴ്ചകൾ, ആ നിശബ്ദതയുടെ യഥാർത്ഥ കാരണം. കേരളത്തിലെ എണ്ണപ്പെട്ട ദേവീക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഈ ക്ഷേത്രം വളരെ പഴയ കാലം മുതലേ ദേശാന്തരങ്ങളിൽ നിന്നുള്ള ഭക്തരെ ആകർഷിച്ചിരുന്നു എന്നാണ് പ്രചാരം. മലയോരത്തിൻ്റെ ശാന്ത സൗന്ദര്യത്തിൽ ഇരിട്ടി നഗരത്തിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ വടക്കുകിഴക്കായി അയ്യൻകുന്ന് പഞ്ചായത്തിലെ മുണ്ടയാൻ പറമ്പിൽ കാക്കത്തോട് നദിയുടെ തീരത്തോട് ചേർന്ന് പച്ചപ്പിൻ്റെ ആഴത്തിൽ മറഞ്ഞിരിക്കുന്ന കാവുകളുടെ നടുവിൽ ഈ ക്ഷേത്രം നിശബ്ദമായി നിലകൊള്ളുന്നു. ഇവിടെ ഭഗവതിയെ വലിയ തമ്പുരാട്ടി എന്നും ചെറിയ തമ്പുരാട്ടി എന്നും ഭക്തർ ആരാധിക്കുന്നു. വിശ്വാസപ്രകാരം ഈ കാവിൽ ഭഗവതി ആദ്യം വനദേവിയായിട്ടാണ് കുടിയേറിയത്. അതിൽ ചെറിയ ഭഗവതി സാക്ഷാൽ ഭദ്രകാളി തന്നെയാണെന്ന് ഇന്നും നാട്ടുകാർ ആഴത്തിൽ വിശ്വസിക്കുന്നു. മറ്റൊരു പ്രത്യേകത, ഇത് നിത്യപൂജ നടക്കുന്ന ക്ഷേത്രമല്ല. പക്ഷേ ചില പ്രത്യേക ദിവസങ്ങളിൽ ഈ ദിവ്യസ്ഥാനത്തിൻ്റെ നട തുറക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേക ആത്മീയ അന്തരീക്ഷം അനുഭവിക്കാം. എല്ലാ സംക്രമ ദിവസങ്ങളിലും കൂടാതെ മേടത്തിറ ഉത്സവം, ധനുത്തിറ ഉത്സവം, മണ്ഡലകാലം, പുത്തരി നവീകരണ കലശ വാർഷിക ദിനം എന്നിവയിലും ക്ഷേത്രനട തുറക്കാറുണ്ട്. ഇതുകൂടാതെ എല്ലാ ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ക്ഷേത്രത്തിൻ്റെ താഴേക്കാവിൽ കോമരത്തിൻ്റെ നേതൃത്വത്തിൽ കലശം നടക്കുകയും ചെയ്യുന്നു. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ആകർഷണം വർഷത്തിൽ നടക്കുന്ന 2 പ്രധാന ഉത്സവങ്ങളാണ് ധനുത്തിറയും മേടത്തിറയും. ഈ ഉത്സവ ദിവസങ്ങളിൽ 10,000-കണക്കിന് ഭക്തജനങ്ങൾ ആ ദിവ്യസ്ഥാനത്തേക്ക് ഒഴുകിയെത്തുന്നു. ആ സമയം കാവിൽ അനുഭവപ്പെടുന്നത് ആഴത്തിലുള്ള ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും പ്രക്ഷുബ്ധമായ അനുഭവമാണ്. ഭഗവതി ക്ഷേത്രം ഒരു പ്രത്യേക നിയമം കൊണ്ടും അറിയപ്പെട്ടിരിക്കുന്നു. ഒരു കാലത്ത് ആ ക്ഷേത്രത്തിൻ്റെ പേര് പോലും എല്ലാ സമയത്തും ഉച്ചരിക്കാൻ പാടില്ലായിരുന്നു എന്ന് നാട്ടുകാർ വിശ്വസിച്ചു. പ്രത്യേകിച്ചും ഉച്ചയ്ക്ക് ശേഷം ഈ ദേവിയുടെയോ ഈ ദേശത്തിൻ്റെയോ പേര് ഉച്ചരിക്കാതിരിക്കുകയായിരുന്നു പതിവ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം പലയിടങ്ങളിലും പേര് പറയാൻ പാടില്ലാത്ത ദേശം എന്ന വിഭാഗത്തിൽ അറിയപ്പെടുന്നു. ഈ വിശ്വാസത്തിൻ്റെ പിന്നിൽ ശക്തമായ ഒരു ഐതിഹ്യം നിലകൊള്ളുന്നു. ധർമ്മ സംരക്ഷണാർത്ഥം ശ്രീ ഭദ്രകാളി ഹരന്റെ ദിവ്യ നേത്രത്തിൽ നിന്ന് ഉദ്ഭവിച്ചു എന്നാണ് വിശ്വാസം. ഈ ഭഗവതി ശത്രു സംഹാരിണിയായി ആരാധിക്കപ്പെടുന്നു. സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവിടെ. ക്ഷേത്രത്തിനുള്ളിൽ ഉത്തമവും ശുദ്ധവുമായ പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാണ് കർമ്മങ്ങൾ നടത്തുന്നത്. എന്നാൽ ക്ഷേത്ര പരിസരത്തിന് പുറത്തായി ചില പ്രത്യേക ആചാരങ്ങളിൽ മദ്യവും മാംസവും ഉൾപ്പെടുന്ന രീതികളും ഉണ്ടായിരുന്നു എന്നാണ് പ്രചാരം. ആചാര്യന്മാരുടെ അഭിപ്രായത്തിൽ മുണ്ടയാൻ പറമ്പ് സാത്വികം, രജസം, തമസം ഈ 3 ഗുണങ്ങളെ ഒന്നിച്ച് അനുഭവപ്പെടുന്ന ഒരു അപൂർവ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന പൂജാക്രമങ്ങൾക്കും ആചാരങ്ങൾക്കും ഒരു പ്രത്യേക ഗൗരവവും വ്യത്യാസവുമുണ്ട്. ഈ ക്ഷേത്ര സമ്പ്രദായം സാധാരണ നിത്യപൂജയ്ക്ക് അനുയോജ്യമായ രീതിയല്ലെന്ന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാര്യന്മാർ വ്യക്തമാക്കുന്നു. വിശ്വാസപ്രകാരം ഈ ദേവത ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ശക്തി സാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെ ഉച്ച കഴിഞ്ഞാൽ ദേവിയെ സ്മരിക്കാതിരിക്കാൻ പോലും ശ്രദ്ധിച്ചിരുന്നു എല്ലാവരും. ഉച്ച കഴിഞ്ഞ സമയം സന്ധ്യയിലേക്കുള്ള ഒരു ഗൗരവമായ ഘട്ടമെന്ന നിലയിൽ ദേവിയുടെ വിശ്രമകാലമായി കണക്കാക്കപ്പെടുന്നു. ആ സമയത്ത് ദേവിയുടെ ശക്തി അത്യന്തം തീക്ഷ്ണമായ നിലയിൽ അനുഭവപ്പെടുന്നു എന്നാണ് വിശ്വാസം. അതിനാലാണ് പണ്ടുകാലത്ത് ഉച്ച കഴിഞ്ഞ് ക്ഷേത്ര ദർശനം നടത്തുന്ന പതിവില്ലായിരുന്നതും എന്ന് പറയപ്പെടുന്നു. ഇവിടെ കൗളാചാര രീതികളും സാത്വിക ആചാര രീതികളും ഒരുമിച്ച് നിൽക്കുന്ന അപൂർവമായ പൂജാവിധിയാണ് ഇന്നും തുടരുന്നത്. മുണ്ടയാൻ പറമ്പ് ക്ഷേത്രത്തിന്റെ കഥ ഒരു സ്ഥലത്ത് അവസാനിക്കുന്ന ഒന്നല്ല. ഈ ദേവിയുടെ ഉദ്ഭവവും വിശ്വാസത്തിന്റെ ആഴവുമായിരുന്നു. ഇപ്പോൾ ആ ദിവ്യശക്തിയുടെ മറ്റൊരു രൂപം, അതിൻ്റെ ഏറ്റവും നിഗൂഢമായ അനുഭവങ്ങളിലേക്ക് കടക്കാം. വിശ്വാസപ്രകാരം ശത്രു സംഹാരിണിയായ ഈ ദേവീശക്തി അനേകം സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചു. ഓരോ സ്ഥലത്തും ഒരു സാന്നിധ്യം, ഒരു ഓർമ്മയായി മാറി. ആ ദിവ്യയാത്രയുടെ അവസാന ഘട്ടം മുണ്ടയാൻ പറമ്പായിരുന്നു. അസുരന്മാരെ വധിച്ച ശേഷം ഭദ്രകാളിയുടെ രൂപം അത്യന്തം ഉഗ്രമായ അവസ്ഥയിലായിരുന്നു എന്നാണ് വിശ്വാസം.
ആ സമയം ആരോ അമ്മയുടെ മുന്നിലേക്കെത്തി സംസാരിക്കുവാൻ ശ്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ആ ദിവ്യശക്തി ആ സമയത്ത് ശബ്ദം പോലും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ആ ഉഗ്രതയിൽ നിശബ്ദത പാലിക്കണമെന്ന് ദേവി തന്നെയാണ് നിർദ്ദേശിച്ചതെന്നാണ് വിശ്വാസം. അതിനുശേഷം ആ സ്ഥലത്ത് നിശബ്ദത ഒരു ആചാരമായി മാറി. അസുരശക്തിയുടെ നിഗ്രഹത്തിനായി ദേവിക്ക് സമർപ്പിക്കപ്പെടുന്ന ദിവ്യവാൾ മൂർച്ച കൂടുന്ന നിമിഷം മുതൽ ആചാരത്തിന്റെ ഊർജം നിറയുന്നു. വർഷങ്ങളായി നിലനിൽക്കുന്ന പാരമ്പര്യപ്രകാരം വാൾ മൂർച്ച കൂട്ടി ശുദ്ധീകരിച്ച് ദേവിക്ക് സമർപ്പിക്കുന്ന ചടങ്ങാണ് ഇവിടെ ദൃശ്യമായിരിക്കുന്നത്. ദൈവിക ശക്തിയുടെ പ്രതീകമായി വാൾ കൈമാറുന്ന ആചാര നിമിഷത്തിൽ തെയ്യം കെട്ടിയ ദേവീ രൂപം വാൾ ഏറ്റുവാങ്ങുന്ന ദിവ്യ നിമിഷം അതിൻ്റെ ശക്തിയിൽ അണിനിരക്കുന്ന ഭാവവും ഈ ദൃശ്യങ്ങളിൽ കാണാം. അസുര നിഗ്രഹത്തിന്റെ പ്രതീകമായ ഈ ചടങ്ങ് ധർമ്മവിജയത്തിന്റെ ആത്മീയ സന്ദേശം നമ്മളിലേക്ക് എത്തിക്കുന്നു. പഴമയും വിശ്വാസവും ഒന്നിക്കുന്ന ഒരു അനന്യ ദൃശ്യാനുഭവം. കനകത്തടം തറവാട്ടുകാർ നിർമ്മിച്ച ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യപ്രകാരം കാരണവർക്ക് സ്വപ്ന ദർശനത്തിലൂടെ ദേവി നിർദ്ദേശം നൽകി. പിന്നീട് ക്ഷേത്ര കിണറിൽ നിന്നും സ്വർണം ഉയർന്നു വന്നപ്പോൾ സഹായി പറഞ്ഞ ഒരു വാക്കിനെ തുടർന്ന് അതിലൊരു ഭാഗം തിരിച്ചാഴ്ന്നെങ്കിലും ലഭിച്ച സ്വർണം ഉപയോഗിച്ചാണ് അമ്മയ്ക്ക് ആഭരണങ്ങൾ നിർമ്മിച്ചതെന്നാണ് വിശ്വാസം. അതിനുശേഷം കനകം ലഭിച്ചു എന്നതിനാൽ തറവാടിന് കനകത്തടം തറവാട് എന്ന പേര് വന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ക്ഷേത്രത്തിലെ ചില ആചാരങ്ങളിൽ സാധാരണ കേൾക്കുന്ന ശബ്ദങ്ങൾ പോലും ഒഴിവാക്കപ്പെടുന്നു. ചെണ്ട, ശക്തമായ വാദ്യങ്ങൾ ഈ ചടങ്ങുകളിൽ ഉപയോഗിക്കാത്തതും ഇതുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് വിശ്വാസം. ആ നിശബ്ദത ഒരു നിയന്ത്രണം മാത്രമല്ല, ഒരു അനുഭവമാണ്. എന്നാൽ ഉത്സവകാലത്ത് ഈ കാവിൻ്റെ സ്വഭാവം തന്നെ മാറുന്നു. ഭക്തരുടെ ഒഴുക്ക്, ദീപങ്ങളുടെ പ്രകാശം, തെയ്യങ്ങളുടെ സാന്നിധ്യം. ആ സമയം ഈ സ്ഥലം ഒരേ സമയം ശാന്തവും ശക്തവുമായ ഒരു അനുഭവമായി മാറുന്നു. തെയ്യ കാഴ്ചകൾ ഇവിടെ ഒരു ആചാരം മാത്രമല്ല, അത് ദേവിയുടെ സാന്നിധ്യം നേരിട്ടറിയുന്ന, അനുഭവിക്കുന്ന ഒരു നിമിഷം പോലെ. ഓരോ കോലവും ഒരു രൂപം മാത്രമല്ല, ഒരു സന്ദേശം. മുണ്ടയാൻപറമ്പ് ക്ഷേത്രം ഒരു ക്ഷേത്രം മാത്രമല്ല, അത് ശബ്ദത്തിനും നിശബ്ദതയ്ക്കും ഇടയിൽ നിലകൊള്ളുന്ന ഒരു ദിവ്യ അനുഭവമാണ്. വിശ്വസിക്കുന്നവർക്ക് അത് അനുഭവം, മറ്റുള്ളവർക്ക് മനസ്സിലാക്കേണ്ട ഒരു രഹസ്യം. ഇത് കുടുംബക്ഷേത്രമാണല്ലോ അല്ലേ? അപ്പോൾ കാർണർ സ്ഥാനത്ത് ഇരിക്കുന്നത് സ്ഥാനത്താണല്ലോ ഇരിക്കുന്നത്. കനകത്തടം തറവാട്ടിൻ്റെ അധീനതയിലായിരുന്നു ഈ ക്ഷേത്രം മുമ്പേ ഉണ്ടായത്. ഇപ്പം പിന്നെ 2 പാരമ്പര്യ ട്രസ്റ്റ് ഇപ്പോൾ ഉള്ളത്, കനകത്തടവും കൊക്കാരപ്പനും, അദ്ദേഹത്തെ കൊക്കാരപ്പൻ, അദ്ദേഹമാണ് എഴുതുന്നത്. അപ്പോൾ ഈ 2 പാരമ്പര്യ ട്രസ്റ്റിമാരാണ് ഇതിപ്പോൾ ഉള്ളത്. ഇപ്പം ദേവസ്വം ഏറ്റെടുത്തപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ സ്ഥാനത്ത് നമ്മൾക്ക് വേണം. ഇതാണ് നമ്മളെ സമ്മതവും പിന്നെ സാന്നിധ്യത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. അതാണ് പാരമ്പര്യം. മുണ്ടയാൻപറമ്പ് ഭഗവതി എന്ന് പറഞ്ഞാൽ പണ്ട് ചണ്ടമുണ്ടന്മാരെ നിഗ്രഹിച്ചിട്ട് ഇവിടെ വന്ന് അന്നെല്ലാം വരോ ഇതല്ലേ ഈ ദേവി ഇവിടെ വന്നിട്ട് ഇരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഈ ആ ഉഗ്ര ആ ശൗര്യത്തോടു കൂടി വന്നിട്ട് ഈ ശബ്ദം ഒന്നും കേൾക്കാൻ പാടില്ല. അത്ര ഇതായിട്ടുള്ള ആ സന്ദർഭത്തിലാണ് ഇവിടെ വാദ്യമില്ല. അതാണ് അതിൻ്റെ ആ ഒരു ചടങ്ങ് ഇപ്പോഴും നടന്നു വരുന്നത്. ആ ദേവീൻ്റെ പരിപാലനമാണ് ഇപ്പം ഇവിടെയുള്ളത്. ഒരു ശക്തി ഉണ്ടായവർ ഇപ്പോഴും പിന്നെ ശക്തിൻ്റെ പിന്നെ ഇത്രയും ജനങ്ങൾ വരുമല്ലോ ഇവിടെ. ഇപ്പം എന്തോ ഒരു അമ്മേൻ്റെ ഒരു പിന്നെ ശക്തി കൊണ്ട് തന്നെയാണ് ഇത്രയും ജനങ്ങൾ ഇവിടെ കൂടുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ. ഒരു വിശ്വാസം ഉണ്ടല്ലോ ജനങ്ങൾ. അതെ. മുണ്ടയാൻപറമ്പിലമ്മ എല്ലാവരെയും സംരക്ഷിക്കുന്നു. ഇവിടെ പൂജയുടെ പ്രത്യേകത കൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും ഉൾക്കൊള്ളുന്ന ഒരു മനോഭാവമാണ്. നമശിവായ നമശിവായ. ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഞങ്ങളുടെ ഹെറിറ്റേജ് ട്രസ്റ്റ്, പാരമ്പര്യ ട്രസ്റ്റ്, ഞങ്ങളുടെ കാരണവർ ദത്തം പാടുന്നവർ വിശദീകരിച്ചു കഴിഞ്ഞു. ഏകദേശം ഈ ക്ഷേത്രത്തിന് 21,000 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നാണ് പറഞ്ഞത്. 21,000 ഏക്കർ സ്ഥലം. ആറളം പഞ്ചായത്ത്, ആറളം വില്ലേജ് എന്ന് പറയുന്നത് ഇന്നത്തെ അയ്യൻകുന്ന് ജില്ലയും അങ്ങാടിക്കട വില്ലേജുകൾ, അങ്ങനെയുള്ള 2 വില്ലേജും കൂടിയതായിരുന്നു. ഇപ്പോഴാണ് ഈ 2 വില്ലേജ് വന്നത്. 21,000 ഏക്കറോളം സ്ഥലം ഉണ്ടായിരുന്നു ഈ ക്ഷേത്രത്തിന്. അതെല്ലാം കുടിയേറ്റക്കാർ വന്ന് അവരെ കൈവശം വെച്ചു, അത് പട്ടയം കൊടുത്തു. നിയമപരമായിട്ടും നിയമവിരുദ്ധമായിട്ടും പട്ടയം സമ്പാദിച്ച ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. ഈ ചുറ്റുമുള്ള ഈ ഭാഗത്തിൽ ചുറ്റുമുള്ളവരെല്ലാം ഉണ്ട്. ആരെന്ന് എടുത്ത് പറയാൻ പറ്റില്ല. നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒന്നും അതല്ല, ഇത് ശരിയല്ല, അതൊന്നും പറയാൻ നമുക്ക് പറ്റില്ല.
പക്ഷേ ഇപ്പോൾ ഭരണം ശരിക്ക് മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് നല്ല രീതിയിൽ ക്ഷേത്രം നടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. നല്ല രീതിയിൽ ക്ഷേത്രങ്ങൾ നടന്നു പോകുന്നുണ്ട്. ഇപ്പം ക്ഷേത്രത്തിന് ഇപ്പം 6 ഏക്കർ സ്ഥലം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കൈവശം വിട്ടുപോയി. അത് അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചു പിടിക്കാനുള്ള സംവിധാനവും ചെയ്തു വരുന്നുണ്ട്, നടക്കുന്നുണ്ട്. ഉത്സവം തുടങ്ങിയാൽ നട തുറന്നാൽ ഈ 3 ദിവസവും നട അടക്കില്ല. ദേവിയുടെ തിരുവാഭരണം ചാർത്തി കഴിഞ്ഞാൽ ആ തിരുവാഭരണം അഴിക്കുന്നത് വരെ ഈ ക്ഷേത്രത്തെ രാത്രിയൊന്നുമില്ല. കണ്ടിന്യൂ ആയിട്ട് ഉത്സവം തുടങ്ങിയാൽ കഴിയുന്നവരെ കണ്ടിന്യൂ ആയിട്ട് തുറക്കും. അതാണ് ഇതിൻ്റെ വിളിച്ചാൽ വിളി കേൾക്കുന്നതാണ്. പണ്ട് കോടതിയുടെ സങ്കല്പങ്ങളിൽ പല കേസുകളും ഇവിടുന്ന് കോടതിയിൽ തീരാത്ത കേസുകൾ ഇവിടുന്ന് തമ്മാവൻ്റെ പറഞ്ഞ ദേവീൻ്റെ മുമ്പെന്ന് പറഞ്ഞ് അത് തീർത്ത് ഒരുപാട് കഥകളുണ്ട്. സമീപമായിട്ട് ഇപ്പോൾ ഇവിടുത്തെ കമ്മിറ്റി, ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി നല്ല പ്രവർത്തനങ്ങളും ക്ഷേത്ര പുനരുദ്ധാരണം നന്നായിട്ട് വരുന്നുണ്ട്. വളരെ ഗംഭീരമായിട്ട് അവർ തന്നെയാണ് കൂടുതൽ ഈ കമ്മിറ്റിയാണ് കൂടുതൽ ഇതിനെ നൽകിയിട്ടുള്ളത്. സഹകരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ട്രസ്റ്റിമാരും പിന്നെ ട്രസ്റ്റ് ബോർഡും അതുപോലെ ദേവസ്വത്തിൻ്റെ ഭാഗത്തുനിന്നെല്ലാം യോജിച്ച് പോകുന്ന നല്ല പ്രവർത്തനം ചെയ്യുന്നുണ്ട്. ഭക്തജനങ്ങളും അവർക്ക് നല്ല സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നു. TR അശോകൻ, ഫുൾ ആട്ടൂറണിൽ തെക്കുംകൂർ രാജവംശത്തിൽ അശോകൻ ആണ് ഫുൾ പേര്. മരുമക്കത്തായ സമ്പ്രദായം അച്ഛൻ്റെ വീട്ടുകാർക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് എനിക്ക് TR വന്നത്. വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. എൻ്റെ അമ്മ തറവാടാണിത്. അച്ഛൻ്റെ തറവാട് തെക്കുംകൂർ രാജവംശമാണ്. ശ്രീധരനുള്ള ഒതുവത്ത് ഒക്കാരിപ്പം തറവാട്ടിൽ ശ്രീധർ മോസ്തംബർ ട്രസ്റ്റി ഓക്കെ ശ്രീധർ അവർക്ക് തിരുവനന്തപുരത്താണ്. ഇപ്പോൾ വരാൻ ഫിറ്റ് പ്ലസ് ആയിട്ട് തന്നെ അത് രാമേന്ദ്രൻ. CV ഗിരീഷ് കുമാർ, മലബാർ ദേവസ്വം ബോർഡ് കാലാകാലങ്ങളിൽ ക്ഷേത്ര ദൈനംദിന ഭരണം നടത്തുന്നതിന് വേണ്ടി എക്സിക്യൂട്ടീവ് ഓഫീസർമാരെ നിയമിക്കാറുണ്ട്. നിലവിൽ ക്ഷേത്രത്തിൻ്റെ ചുമതല വഹിക്കുന്ന എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഞാൻ. ക്ഷേത്രത്തിൽ 2 പാരമ്പര്യ ട്രസ്റ്റിമാരാണുള്ളത്. ഇത് ഒരാൾ ബഹുമാനപ്പെട്ട കനകത്തലത്തിൽ ദത്തം വാഴുന്നവരാണ് പാരമ്പര്യ ട്രസ്റ്റി. അധികത്ത് കൊക്കാരിപ്പാൻ തറവാട്ടിലെ മുതിർന്ന അംഗം ശ്രീധരൻ നായർ ആണ് മറ്റൊരു ട്രസ്റ്റി. അദ്ദേഹം പ്രായാധിക്യവും അതുപോലെ തന്നെ താമസം തിരുവനന്തപുരത്തും ആയതിനാൽ അദ്ദേഹത്തിൻ്റെ ഫിറ്റ് പേഴ്സണായി അഡ്വക്കേറ്റ് ചന്ദ്രൻ എന്നവരെ നിയമിക്കാൻ വേണ്ടി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 തറവാട്ടുകാരുടേതാണ് പാരമ്പര്യ അയ്മസ്ഥാനം. ക്ഷേത്രത്തിൽ മറ്റ് പാരമ്പര്യേതര ആൾക്കാരോ മറ്റ് ഭരണ സംവിധാനങ്ങളോ ഒന്നുമില്ല. ക്ഷേത്രത്തിൻ്റെ കീഴിൽ ദേവസ്വം തിരഞ്ഞെടുക്കുന്ന ഭക്തജനങ്ങളുടെ ഒരു കമ്മിറ്റി താൽക്കാലികമായി പ്രവർത്തിക്കുന്നുണ്ട്.